Good morning, dear students. Welcome back. ഇന്ന് നമ്മൾ തേർഡ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം കോഴ്സിൻ്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ടോപ്പിക് തുടങ്ങുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Some basic facts regarding redemption of preference shares. What is redemption of preference shares? Redemption means repayment of capital. Redemption എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ repayment of capital എന്നാണ്. Preference capital once issued, once raised, it is to be repaid, given back. That is redemption. പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സിന് നിശ്ചിത കാലാവധിക്ക് ശേഷം അവരുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന റീപേയ്മെൻറ്റ് നടത്തുന്ന പ്രോസസ്സാണ് റിഡംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റിനകത്ത് നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നത് എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കുറിച്ചാണ്. ബോത്ത് ലോ ആസ്പെക്ട്സ് ആൻഡ് അക്കൗണ്ടിങ് ആസ്പെക്ട്സ്. ഇതിൻ്റെ പ്രാക്ടിക്കൽ വർക്ക് എങ്ങനെയാണ് നടത്തുന്നുണ്ടാവുക, അതുപോലെ എന്തൊക്കെ തടസ്സങ്ങളും നിയമങ്ങളുമാണ് റിഡംഷനുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത് എന്നൊക്കെയായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റിഡംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. Redemption of preference share means repayment of preference share capital to the preference shareholders. Preference shareholdersന് preference share capital തിരിച്ചു കൊടുക്കുന്ന റീപേയ്മെൻറ്റ് നടത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, അതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, ഇക്വിറ്റി ക്യാപിറ്റൽ പോലെ അല്ലല്ലോ. പ്രിഫറൻസ് ഷെയറാണ് ഒരാൾ ഒരു കമ്പനിയിൽ എടുത്തിരിക്കുന്നത് എങ്കിൽ അയാൾക്ക് ആ ഒരു ക്യാപിറ്റൽ നിശ്ചിത ടൈമിന് ശേഷം, നിശ്ചിത കാലാവധിക്ക് ശേഷം, അല്ല എങ്കിൽ ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ഇറ്റ് ഈസ് ടു ബി റീപെയ്ഡ്, തിരിച്ചു കിട്ടും. അങ്ങനെയുള്ള ക്യാപിറ്റലാണ് പ്രിഫറൻസ് ക്യാപിറ്റൽ. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട റിഡീം ചെയ്യുക എന്നാണ് പറയുക, റിഡംഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു തിയറി ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. കമ്പനീസ് ആക്ട് പ്രകാരം ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. വാട്ട് ആർ ദ വേരിയസ് കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്? പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ വരുന്ന നിബന്ധനകൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ, the shares to be redeemed must be fully paid up. നിങ്ങൾക്കറിയാം, ഷെയർസ് ക്യാൻ ബി ഫുള്ളി പെയ്ഡ് അപ്പ് ഓർ പാർട്ട്ലി പെയ്ഡ് അപ്പ്. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് മാത്രമേ റിഡംഷന് വേണ്ടി അവൈലബിൾ ആവുന്നുള്ളൂ. ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ക്യാൻ ബി റിഡീംഡ്. റിഡംഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഷെയർ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിരിക്കണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. Next one is, the shares should be redeemed either out of profits of the company available for distribution as dividend or out of proceeds of fresh issue. Okay, കമ്പനിക്ക് വേണമെങ്കിൽ റിഡംഷൻ പർപ്പസിന് വേണ്ടി കമ്പനിയുടെ പ്രോഫിറ്റ് ഉപയോഗിക്കാം. ഡിവിഡൻ്റായിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ച പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ, ഡിവിസിബിൾ പ്രോഫിറ്റ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ്, അത്തരം പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിക്ക് റിഡംഷൻ നടത്താം. അല്ല എങ്കിൽ ഈ ഒരു പർപ്പസിന് വേണ്ടി ഫ്രഷ് ഇഷ്യൂ നടത്താം. അങ്ങനെ ഫണ്ട് കണ്ടെത്തിയിട്ടും റിഡംഷൻ നടത്താവുന്നതാണ്. ഓക്കെ, മറ്റൊരു കണ്ടീഷനാണ്, എനി പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് profits of the company.
or out of the company's security premium account. ഓക്കെ, റിഡംഷൻ പൊതുവെ പ്രീമിയത്തിനാണ് ഉണ്ടാവുന്നത്. റിഡംഷൻ ക്യാൻ ബി മെയ്ഡ് അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം. ഓക്കെ, നോട്ട് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ റിഡംഷനിലില്ല. റിഡംഷൻ നടത്തുന്നത് ഒന്നിരിക്കൂ പാറിനായിരിക്കും അല്ലെങ്കിൽ പ്രീമിയത്തിനായിരിക്കും. പൊതുവെ പ്രീമിയത്തിനാണ് റിഡംഷൻ ഉണ്ടാവാറ്. അങ്ങനെ പ്രീമിയത്തിനാണ് റിഡംഷൻ ഉണ്ടാവുന്നത് എങ്കിൽ ആ പ്രീമിയം എങ്ങനെയാണ് കമ്പനി കണ്ടെത്തുന്നത്? കമ്പനിക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ഉപയോഗിക്കാം. ഓക്കെ, എനി പ്രോഫിറ്റ്, അവിടെയും എനി പ്രോഫിറ്റ് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ജനറലി കമ്പനി യൂസ് ചെയ്യാറുള്ള എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് തന്നെയാണ്. കമ്പനിക്ക് വേണമെങ്കിൽ ഏത് പ്രോഫിറ്റും യൂസ് ചെയ്യാം, ഐദർ റവന്യൂ പ്രോഫിറ്റ് ഓർ ക്യാപിറ്റൽ പ്രോഫിറ്റ്. പൊതുവെ ചെയ്യാമെന്ന് പറയുന്നത് പ്രീമിയം കൊടുക്കാൻ വേണ്ടി ഓൾറെഡി കമ്പനിയിലുള്ള സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി പ്രീമിയമാണ് യൂസ് ചെയ്യാറ്. അല്ല എങ്കിൽ പ്രീമിയം ഓൺ ഫ്രഷ് ഇഷ്യൂ. കമ്പനി ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടാണ് റിഡംഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നത് എങ്കിൽ അവിടെ ഫ്രഷ് ഇഷ്യൂ നടന്നിരിക്കുന്നത് പ്രീമിയത്തിനാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോൾ പ്രീമിയം ഉണ്ടാവുമല്ലോ കയ്യിൽ. ആ പ്രീമിയം എമൗണ്ട് വേണമെങ്കിൽ റിഡംഷൻ പ്രീമിയം ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രീമിയം. മുൻഗണന കൊടുക്കേണ്ടത് ഓൾറെഡി കമ്പനിയിലുള്ള പ്രീമിയത്തിനാണ്. എക്സിസ്റ്റിംഗ് പ്രീമിയം ഓർ പ്രീമിയം ഓൺ റീഇഷ്യൂ. അങ്ങനെ ഒരു ഫണ്ട് ലഭ്യമല്ല എങ്കിലാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിവിസിബിൾ പ്രോഫിറ്റ് യൂസ് ചെയ്യാൻ നിയമ തടസ്സങ്ങളൊന്നും ഇല്ല. നെക്സ്റ്റ്, where any such shares are redeemed out of profits available for dividend, an amount equal to the nominal value of shares to be redeemed should be transferred to capital redemption reserve account. കമ്പനി പ്രോഫിറ്റ് ഉപയോഗിച്ചാണ് റിഡംഷൻ നടത്തുന്നത് എങ്കിൽ നമ്മൾ പറഞ്ഞു കമ്പനിക്ക് വേണമെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് ഉപയോഗിച്ചുകൊണ്ട് റിഡംഷൻ നടത്താം. അങ്ങനെയാണ് കമ്പനി നടത്തുന്നത് എങ്കിൽ ഈ ഒരു വഴി സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ആസ് പെർ കമ്പനീസ് ആക്ട്, an amount equal to the nominal value of shares to be redeemed should be transferred to capital redemption reserve account. പ്രിഫറൻസ് ഷെയറിൻ്റെ നോമിനൽ വാല്യൂ എന്താണോ, എത്രയാണ് ഇപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടത് നോമിനൽ വാല്യൂ, അത്രയും തുക CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, എന്നത് ഒരു കണ്ടീഷനാണ്. നെക്സ്റ്റ്, ദ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ദ ഇഷ്യൂ ഓഫ് fully paid up bonus shares. ഓക്കെ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന CRR അക്കൗണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു CRR അക്കൗണ്ടിലെ ബാലൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് കനോട്ട് ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉപയോഗിച്ച് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആക്കാൻ കഴിയില്ല. CRR അക്കൗണ്ട് ബാലൻസിൻ്റെ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ഫണ്ട് കിട്ടൂലല്ലോ, അപ്പോൾ പകരം ഈ ഒരു ഫണ്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു റിസർവ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ബോണസ് ഇഷ്യൂയെക്കുറിച്ച് ശേഷം പഠിക്കും. നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് വരുന്നതാണ് ബോണസ് ഇഷ്യൂ. അപ്പോൾ അവിടെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ CRR അക്കൗണ്ടിലുള്ള ബാലൻസ് യൂസ് ചെയ്യുന്നത് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനാണ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ക്യാഷ് കിട്ടുന്നില്ലല്ലോ, ബോണസ് ഷെയർ അല്ലേ. ഓക്കെ, ബോണസ് മീൻസ് എക്സ്ട്രാ കൊടുക്കുന്നതിനാണ്, ഫ്രീ ഓഫ് കോസ്റ്റാണ് ബോണസ് ഷെയർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ പകരം കമ്പനി ഈ ഒരു ഫണ്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അതാണ്. നെക്സ്റ്റ്, നോട്ടീസ് ഓഫ് ദ റിഡംഷൻ മസ്റ്റ് ബി സെൻഡ് ടു ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 days
ഫ്രം ദ ഡേറ്റ് ഓഫ് റിഡംഷൻ. ഓക്കെ, ഇങ്ങനൊരു റിഡംഷൻ പരിപാടിയുമായി കമ്പനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിത്തിൻ 30 days നോട്ടീസ് ഓഫ് റിഡംഷൻ മസ്റ്റ് ബി സെൻഡ് ടു ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. കമ്പനി രജിസ്ട്രാറെ ഈ ഒരു കാര്യം വിത്തിൻ 30 days അറിയിച്ചിരിക്കണം. ഓക്കെ, എന്നതും ഒരു നിബന്ധനയാണ്. വൺ മോർ കണ്ടീഷൻ ഈസ് ദാറ്റ് ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഈസ് നോട്ട് ടു ബി കൺസിഡേർഡ് ആസ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. The redemption of preference shares is not to be considered as reduction of share capital. ഷെയർ ക്യാപിറ്റൽ കുറയുന്ന ഒരു പ്രോസസ്സ് അല്ല റിഡംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നോർമ്മിക്കുക. റിഡംഷൻ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ കുറയുന്ന പ്രോസസ്സ് അല്ല. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. പ്രോഫിറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ അവിടെ അത്രയും ഫണ്ട് പുറത്തുനിന്ന് വരുന്നുണ്ട്. എനിവേ, റിഡംഷൻ എന്ന് പറയുന്ന പരിപാടി റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലിലേക്ക് നയിക്കുന്ന ഒരു പ്രോസസ്സ് അല്ല എന്നുകൂടെ ഓർമ്മിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റെഡീംഡ് ഐദർ അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം. ഓക്കെ, പ്രീമിയം ഓൺ റിഡംഷൻ ഈസ് പ്രൊവൈഡഡ് ഔട്ട് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ജനറലി അങ്ങനെയാണ്. എക്സിസ്റ്റിംഗ് പ്രീമിയം അക്കൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമുക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്. മുൻഗണന കൊടുക്കേണ്ടത് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി പ്രീമിയത്തിനാണ്. ഓൾറെഡി കമ്പനി മുമ്പെങ്ങോ ഇഷ്യൂ നടത്തിയപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ പ്രീമിയം കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ആ പ്രീമിയമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഇല്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യാം, കമ്പനിക്ക് പ്രോഫിറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞതാണ്, മുൻഗണന സെക്യൂരിറ്റി പ്രീമിയത്തിന് തന്നെയാണ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് തന്നെയാണ്. എന്നിരുന്നാലും ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇല്ല എങ്കിൽ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഇല്ല എങ്കിൽ കമ്പനിക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ്, അതേപോലെ ജനറൽ റിസർവ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഏത് ക്യാപിറ്റൽ പ്രോഫിറ്റും യൂസ് ചെയ്യാം എന്നതും ഇതിൻ്റെ കൂടെ കൂട്ടി വയ്ക്കുക. കമ്പനി ക്യാൻ യൂസ് എനി other capital profits in addition to security premium for the purpose of redemption premium. ഓക്കെ ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ടു റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്നും അതുപോലെ വാട്ട് ആർ ദ വേരിയസ് കണ്ടീഷൻ ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു ഫോർ ഓൾ.